ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ ഗണേഷ് ചതുർത്ഥി 2024 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഗജാനന്ദ മഹാരാജ് കി ജയ്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിലാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേഷ് ചതുർത്ഥി ആഘോഷിക്കുന്നത്. ആരാധനയിൽ പ്രഥമസ്ഥാനീയനായ ശ്രീ ഗണേശയുടെ ജന്മദിനമായാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ഇത് ഉത്തരേന്ത്യയിലേക്കൊക്കെ വളരെ കെങ്കേമമായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഈ ദിവസം ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ച മനോഹര ഗണേശ വിഗ്രഹങ്ങളാണ് സാധാരണയായി പൂജയ്ക്കിരുത്തുക. രാവിലെയും വൈകുന്നേരവും ഭഗവാന് ആരതിയും പൂജയും അർച്ചനയും നൈവേദ്യവും സമർപ്പിച്ച് ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രതിഷ്ഠാദിനം മുതൽ വിസർജന ദിവസത്തിനിടയിൽ ഒരു ദിവസം വിശേഷാൽ പൂജയും ആരതിയും നൈവേദ്യവും സമർപ്പിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഈ വർഷത്തെ വിസർജന ദിവസം വരുന്നത് സെപ്റ്റംബർ 17-ാം തീയതിയാണ്. അന്നത്തെ ദിവസം വലിയ ആഘോഷത്തോടുകൂടി വലിയ ചടങ്ങുകളോടുകൂടി നദിയിൽ നിമജ്ജനം ചെയ്യുന്നു. വിനായക ചതുർത്ഥി ദിവസം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മോദകം സമർപ്പിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഈ ദിവസത്തിൽ ഭഗവാന് മുക്കുറ്റിമാല, കറുകമാല സമർപ്പിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതുമൊക്കെ ഒരുപാട് നല്ലതാണ്. മനുഷ്യരുടെ ജീവിതത്തിലെ എല്ലാവിധ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിഘ്നങ്ങളും അകറ്റാൻ വിഘ്നേശ്വരന് കഴിയും. അതിനാൽ തന്നെ ഹൈന്ദവ ആരാധനയിൽ ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് വിനായക ചതുർത്ഥി ദിവസം. വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ തെറ്റായ ആരോപണങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വരുമെന്നാണ് വിശ്വാസം. അതോടൊപ്പം ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതനാകേണ്ടി വരും എന്നുമാണ് പറയപ്പെടുന്നത്. ഇതിന്റെ പിന്നിലെ കഥ ഇങ്ങനെയാണ്. രാത്രിയിൽ ഗണപതി തന്റെ വാഹനമായ മൂഷികനിൽ കയറി തന്റെ വസതിയിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ കാഴ്ച കാണാൻ ആ സമയം ചന്ദ്രനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഗണപതിയുടെ ഭാരം വഹിച്ചുകൊണ്ട് മൂഷികൻ ക്രമേണ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു പാമ്പിനെ കണ്ട് ഭയപ്പെട്ടു. ഭയപ്പാടോടെ ഓടിയ മൂഷികന്റെ പുറത്തു നിന്ന് ഗണപതി തെറിച്ച് താഴെ വീണു. ഈ സമയം ഗണേശൻ തന്റെ വലിയ വയറുമായി സ്വയം നിയന്ത്രിക്കാൻ പാടുപെടുന്നത് കണ്ടപ്പോൾ ചന്ദ്രദേവൻ ഗണപതിയെ നോക്കി ചിരിച്ചു. ഗണപതിയുടെ രൂപത്തെ നോക്കി കളിയാക്കി. ഇത് കണ്ട് രോഷാകുലനായ ഗണപതി ചന്ദ്രദേവനെ ശപിക്കുകയും ചെയ്തു. ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നവർ മിഥ്യ ദോഷത്തെ ആകർഷിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേരുദോഷം ഉണ്ടാവുന്നതിനും ഇവർക്കുമേൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയും ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി ശാപമോക്ഷത്തിൽ നിന്ന് കരകയറ്റണമെന്ന് ചന്ദ്രദേവൻ പശ്ചാത്തപിച്ചുകൊണ്ട് അപേക്ഷിച്ചു. ഇത് കണ്ട ഗണപതി ഭഗവാൻ അദ്ദേഹത്തോട് ക്ഷമിക്കുകയും ഒരിക്കൽ പറഞ്ഞ ശാപം വീണ്ടെടുക്കാനാവില്ലെന്ന് പറയുകയും ചെയ്തു. എന്നിരുന്നാലും അതിൻ്റെ ആഘാതം കുറയ്ക്കാനാകും എന്ന് ഗണേശ ഭഗവാൻ ചന്ദ്രദേവനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ദിവസത്തിൽ ചന്ദ്രദേവനെ കാണുന്നത് ഒഴിവാക്കണമെന്ന് പറയുന്നത്. വിനായക ചതുർത്ഥി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഷെയറും മറക്കാതെ ചെയ്യുമല്ലോ. വിനായക ചതുർത്ഥി ആഘോഷ വീഡിയോ ഇടയ്ക്കിടെ ഞാൻ ഇടുന്നതായിരിക്കും. അതായത് സെപ്റ്റംബർ 17-ാം തീയതിയാണ് അനന്ത ചൗദസ്, അതായത് വിസർജന ദിവസം. അതിനിടയിൽ ഇനിയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്താവാസം സ്മരേൺ നിത്യം ആയുകാമാർത്ഥസിദ്ധയേ പ്രഥമം വക്രതുണ്ടം ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്ത്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷഷ്ടം വികടമേവ ച സപ്തമം വിഘ്നരാജേന്ദ്രം ധൂമ്രവർണം തഥാഷ്ടമം നവമം ബാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതിം ദ്വാദശം തു ഗജാനനം ദ്വാദശതാനി നാമാനി ത്രിസന്ധ്യം യഃ പഠേന്നരഃ ന ച വിഘ്നഭയം തസ്യ സർവസിദ്ധീകരം പ്രഭു വിദ്യാർത്ഥി ലഭതേ വിദ്യാ ധനാർത്ഥി ലഭതേ ധനം പുത്രാർത്ഥി ലഭതേ പുത്രാൻ മോക്ഷാർത്ഥി ലഭതേ ഗതിം ജപേത് ഗണപതി സ്തോത്രം ഷഡ്ഭിർമാസൈ ഫലം ലഭേത് സംവത്സരേണ സിദ്ധിം ച ലഭതേന്നാത്ര സംശയഃ അഷ്ടഭ്യോ ബ്രാഹ്മണേഭ്യശ്ച ലിഖിത്വായ സമർപ്പയേത് തസ്യ വിദ്യാ ഭവേത് സർവ ഗണേശസ്യ പ്രസാദതഃ. ഗജാനന്ദ മഹാരാജ് കി ജയ്. ഈ ഗണേശ സ്തോത്രം നിത്യവും ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ പറയുന്ന എല്ലാ അനുഭവങ്ങളും ശ്രീ ഗണേശ ഭഗവാൻ തരുന്നതായിരിക്കും.
എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനായക ചതുർത്ഥി മംഗളങ്ങൾ.